إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 36-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ. നിങ്ങൾ വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈഅ, അവനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. നോക്കൂ നിങ്ങൾ, അതിനുശേഷം അല്ലാഹു പറയുന്നു വബിൽ വാലിദൈനി ഹസന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം, നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, നിങ്ങൾ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വലിയത്താമ, യതീമിനും ഗുണം ചെയ്യണം. അനാഥകൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. വൽ മസാകീനി, ദരിദ്രന്മാർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വജാരിദിൽ ഖുർബ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളായ അയൽവാസികൾക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വജാരിൽ ജുനുബ്, അകന്ന ആ അയൽവാസികൾക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വസാഹിബി ബിൽ ജംബ്, നിങ്ങളുടെ പാർശ്വത്തിലുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വബിനിസ് സബീൽ, വഴിപോക്കർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾക്കും നിങ്ങൾ ഗുണം ചെയ്യണം. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവൻ സ്നേഹിക്കില്ല. മൻ കാന മുഖ്താലൻ, ഒരു പൊങ്ങച്ചക്കാരനെയും, ഫഖൂറൻ, ഒരു അഹങ്കാരിയെയും അല്ലെങ്കിൽ ദുരഭിമാനിയെയും അല്ലാഹു ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു വിശദീകരിക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അയൽവാസികൾക്കും അതുപോലെ വിദൂര അയൽവാസികൾക്കും അതുപോലെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാം നിങ്ങൾ ഗുണം ചെയ്യണം എന്നുള്ള നല്ലൊരു സതുപദേശമാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നോക്കൂ നിങ്ങൾ, എത്ര വിശുദ്ധമായ വചനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സതുപദേശമായി വിശുദ്ധ ഖുർആനിൽ കൂടി അവതരിപ്പിച്ചു നൽകുന്നു. നോക്കൂ നിങ്ങൾ, ഇതൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യഥാർത്ഥ മുഅ്മിനും മുസ്ലിമായി ജീവിച്ച് എല്ലാ അങ്ങനെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഗുണകരമായ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഉത്തമ സമുദായമായി മാറണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിക്കുന്നത്.